ദുബായ് ഭരണകൂടം പ്രവാസികൾക്കായി ഷെയർഡ് ഹൗസിംഗ് നിയമം നടപ്പിലാക്കുന്നു. കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നത് പോലെ ഇത് വെറുമൊരു വാടക നിയമമല്ല, മറിച്ച് നമ്മുടെ അന്തസ്സും അതുപോലെ സുരക്ഷയും ഉറപ്പാക്കാനുള്ള ഒരു വലിയ ചുവടുവയ്പ്പിന്റെ ഭാഗമാണ്. അതായത് ഇനി മുതൽ ഓരോ മുറിയിലും എത്ര പേർക്ക് താമസിക്കാം എന്നതിന് കൃത്യമായ പരിധിയുണ്ടാകും. നേരത്തെ ഇത് സംബന്ധിച്ച് ചില അറിയിപ്പുകൾ നൽകിയിരുന്നെങ്കിലും ഒരു വലിയ വിഭാഗം ആളുകൾ ഇത് പാലിക്കാതെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. ഇതോടെ സാധാരണക്കാരായ തൊഴിലാളികൾ ഒരു മുറിയിൽ തിങ്ങിപ്പാർക്കുന്ന ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ാകുകയാണ്. ഏറ്റവും വലിയ മാറ്റം എന്നത് വാടക കരാറുകളിലെ സുതാര്യതയാണ്. നേരത്തെ ബെഡ് സ്പേസുകൾക്ക് കൃത്യമായ രേഖകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സബ് ലീസ് കരാറുകൾ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്മാർട്ട് പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. ഇതോടെ അനധികൃതമായി വാടക ഈടാക്കുന്ന മാഫിയകളിൽ നിന്നും പ്രവാസികൾക്ക് വലിയൊരു സംരക്ഷണം തന്നെ ലഭിക്കുന്നു. താമസക്കാരുടെ എണ്ണം ഇവിടെ നിയന്ത്രിക്കപ്പെടുന്നതോടെ ശുചിത്വവും സുരക്ഷയും വർദ്ധിക്കും. പ്രത്യേകിച്ച് അഗ്നിബാധ പോലെയുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. ഇന്ത്യൻ പ്രവാസികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുന്നതിലൂടെ ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം കൂടുതൽ കരുത്താവുകയാണ് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. എല്ലാ ഫ്ളാറ്റുകളും ഇനി ഷെയർ ചെയ്യാൻ കഴിയില്ല. ഇനി ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക അനുമതി തേടണം. ശേഷം ജനസാന്ദ്രതയും അതുപോലെ സൗകര്യങ്ങളും പരിശോധിച്ച ശേഷമേ അനുമതി നൽകുകയുള്ളൂ. താമസക്കാരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മുറിയിൽ എത്ര പേർക്ക് താമസിക്കാം എന്നതിന് ഇനി കൃത്യമായ പരിധി ഉണ്ടാകും. ഓരോരുത്തർക്കും ആവശ്യമായ മിനിമം സ്ഥല സൗകര്യം ഉറപ്പാക്കുകയാണ് ഇതുവഴി. കൂടാതെ അമിതമായ തിരക്ക് ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇനി മുതൽ വാടകക്കാരന് തന്റെ മുറിയോ ബെഡ് സ്പേസോ മറ്റൊരാൾക്ക് സബ്ലീസ് നൽകാൻ കഴിയില്ല. ഉടമ നേരിട്ടോ അതോ ലൈസൻസ് ഉള്ള കമ്പനികൾ വഴിയോ മാത്രമേ നിയമപരമായി വാടകയ്ക്ക് നൽകാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നടപടികൾ നേരിട്ടേക്കാം. ഓരോ ഷെയർഡ് യൂണിറ്റും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇലക്ട്രോണിക് രജിസ്ട്രിയിൽ ഉൾപ്പെടുത്തും. ഇതിൽ താമസക്കാരുടെ എണ്ണവും കരാറുകളും കൃത്യമായി രേഖപ്പെടുത്തും. കൂടാതെ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടെ നോക്കണം. അഗ്നിശമന സംവിധാനങ്ങൾ, കൃത്യമായ വൈദ്യുതി വിതരണം, ശുചിത്വം എന്നിവയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ഇത് ജീവൻ രക്ഷിക്കാനുള്ള കർശന നടപടിയാണ്. നിയമം ലംഘിച്ചാൽ 500 മുതൽ 5 ലക്ഷം ദിർഹം വരെയാണ് പിഴ ചുമത്തുക. കുറ്റം ആവർത്തിച്ചാൽ അത് 10 ലക്ഷം ദിർഹം വരെ ആകാനും സാധ്യതയുണ്ട്. കൂടാതെ കണക്ഷൻ വിച്ഛേദിക്കാനും ലൈസൻസ് റദ്ദാക്കാനും അധികൃതർക്ക് അധികാരമുണ്ടാകുമെന്ന കാര്യം കൂടി ഓർക്കണം. ഇതോടെ ഒരു വാടകക്കാരൻ ഫ്ളാറ്റ് എടുത്ത് അതിൽ ബെഡ് സ്പേസ് ഇട്ട് മറ്റുള്ളവർക്ക് വാടകയ്ക്ക് നൽകുന്ന രീതി ഇല്ലാതാകുകയാണ്. ഇനി ഉടമ നേരിട്ടോ അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ വഴിയോ മാത്രമേ ഷെയർഡ് റൂമുകൾ വാടകയ്ക്ക് ലഭിക്കുകയുള്ളൂ. നിലവിൽ ഇത്തരം ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർ പേടിക്കേണ്ട ആവശ്യമില്ല.